അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇലക്ഷൻ്റെ തലേ ദിവസം തന്നെ അതാ ഹാദിയ ക്ലാസ്സിൽ അല്പം നേരത്തെ എത്തി. പിതാവ് കൊണ്ടുവന്ന ആ 500-ൻ്റെ നോട്ട് കെട്ടെടുത്ത് അവൾ വീതം വെച്ച് തുടങ്ങി. എടി ഫർസാന, പിന്നെ നമ്മളെ മറക്കല്ല കേട്ടോ. അത് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ വാങ്ങിത്തരും. എന്തും എന്താ. പിന്നെ പാവപ്പെട്ടവരെ കുറേ ജയിപ്പിച്ചിട്ടൊരു കാര്യമില്ല, അവരുടെ അടുത്ത് നിന്നൊന്നും കിട്ടാൻ പോണില്ല. പിന്നെ അറിയാലോ എടി, ആയിഷല്ലേ ലീഡർ ആയിരുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മാറുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് അവൾ നോട്ടുകൾ വിതറുന്നു. പഠിച്ചോനെ, അല്ലാ, എന്ത് 500-ൻ്റെ നോട്ടുകളോ? അല്ലവളെ, ഇതൊക്കെ എനിക്ക് എവിടുന്നാ? എനിക്കോ, എൻ്റെ അടുത്താണോ ക്യാഷ് ഇല്ലാത്തത്? എൻ്റെ ബാപ്പാൻ്റെ അടുത്ത് പൂത്ത പണമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പേടിയും പേടിക്കണ്ട. നിങ്ങൾക്ക് നല്ല അടിപൊളി ജീവിതം വേണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഭക്ഷണം കഴിക്കാനോ ഇഷ്ടപ്പെട്ടതിനൊക്കെ ആഗ്രഹിക്കാനൊക്കെ നമുക്ക് അവകാശമുണ്ട്. പക്ഷേ അതിനൊക്കെ ക്യാഷ് വേണം കേട്ടോ. പക്ഷേ എന്നെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. പിന്നെ ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. ആയുഷ്യൂവിന് തിരഞ്ഞെടുക്കുന്ന ഒരു കുഴപ്പമില്ല. പക്ഷേ വെറും വട്ടപൂജ്യമായിരിക്കും, ഒരു ഗുണം ഉണ്ടാവില്ല അവളെക്കൊണ്ട്. അങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഹാദിയുടെ കൂട്ടാളികളായി 4-5 പേർ അവരുമുണ്ട്. അവരും ഹാദിയയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ക്ലാസ്സുകളിലും അവർ കയറി ഇറങ്ങുന്നു. അറിയാതെ ക്യാഷും കൈമാറുന്നു. അതെ, ഇതൊരിക്കലും ഉസ്താദുമാർ അറിഞ്ഞു പോകരുത് കേട്ടോ. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരു ആനുകൂല്യം ഉണ്ടാവില്ല. അറിഞ്ഞില്ലെങ്കിലോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്യാഷ് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും. ആവശ്യമുള്ളതൊക്കെ എന്നോട് പറഞ്ഞാൽ മതി, ഓക്കെ? അന്ന് ഐഷു ക്ലാസ്സിലേക്ക് വന്നു. എന്നാൽ ഹാദിയും ടീമും നേരത്തെ തന്നെ എത്തി പ്രചരണം തുടങ്ങുകയാണ്. നാളെയാണ് ഇലക്ഷൻ. എടി, ഷംനയുടെ വിളി കേട്ട് അവൾ അല്ല, എന്താ വരാതിരുന്നത്? അതൊക്കെ ഞാൻ പറയാം. പിന്നെ ഞാൻ പറഞ്ഞു തരട്ടെ. ഹാദിയ നല്ല രീതിയിൽ ഇലക്ഷൻസ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ല, നിനക്ക് വോട്ടൊന്നും വേണ്ടേ? നീ ആരോടും പറയുന്നില്ലേ? എടി, എനിക്ക് വേണ്ടടി. എന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവർ ചെയ്താൽ മതി, അല്ലാത്തവരും എന്നെ ചെയ്യണ്ട. കാരണം എന്തിനാ അപ്പോൾ പിടിച്ച് പറിച്ചൊക്കെ വാങ്ങുന്നത്? അവനവൻ്റെ ഇഷ്ടത്തിന് അവനവൻ്റെ മനസ്സിനുള്ളത് എങ്ങനെയാണ് അതങ്ങനെ അവർ ചെയ്തോട്ടെ. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ പിടിച്ച് പറിച്ച് ചെയ്യുന്നില്ല. 4 പേര് തമ്മിലാണ് മത്സരമുള്ളത്. ആദ്യം 4 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യും. എന്നിട്ട് 2 പേരായിരിക്കും മത്സരം. മനസ്സിലായല്ലോ? പിന്നെ വോട്ട് എങ്ങനെയൊക്കെ നോക്കാമല്ലോ നമുക്ക്. അത് പിന്നെ ഇന്നത്തെ വോട്ട് 4 പേർക്കും കൂടി ഉള്ളതായിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് 2 പേര് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി 2 പേരെ സെലക്ട് ചെയ്തിട്ട് ആയിരിക്കും. ഐഷോ, നീ തോറ്റ് തുന്നം പാടില്ല പെണ്ണ്. എങ്ങനെയാണെങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് പറയാനെങ്കിലും പോവാം. വേണ്ട ഷംന, എന്തിന്? ഇഷ്ടമുള്ളവർ ചെയ്തോളും. നമ്മളെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്യാം. പക്ഷേ അത് ഇലക്ഷനെ കഴിയട്ടെ. ജയിക്കുകയാണെങ്കിൽ പിന്നെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ലടി. കാരണം എന്നോടെല്ലാവർക്കും ദേഷ്യമാണ്. എന്തിന്? ഉസ്താദ് എന്നെ കല്യാണം കഴിച്ചതല്ലേ, അതുകൊണ്ട് ആ ദേഷ്യം എല്ലാവർക്കും എന്നോടുണ്ട്. അപ്പോൾ എന്തായാലും എന്നെ എല്ലാവരും തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അതെ, ഹബീബ് ഉസ്താദിനെ അവർ നാണം കെടുത്തുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും. എന്നാൽ അന്ന് ഹബീബ് ഉസ്താദ് പതിവ് പോലെ ക്ലാസ്സിലേക്ക് വന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇജ്ലിസ്. ഒരു നിമിഷം ഉസ്താദ് ജസ്റ്റ് ക്ലാസ് റൂം ഒന്ന് നോക്കി. അതെ, തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് അതാ വന്നിട്ടുണ്ട്. 2ാം ബെഞ്ചിൽ 2ാം സ്ഥാനത്തിരിക്കുന്നുണ്ട്. ഒരു നിമിഷം ഹബീബ് ഉസ്താദിൻ്റെ കണ്ണുകൾ അങ്ങോട്ട് പോയി. ഓഹ്, മാഷാ അല്ലാ, സമാധാനമായി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം പറഞ്ഞു, ഒരു പക്ഷേ മറ്റു വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റബ്ബേ വെച്ചേക്കില്ല. അല്ല മക്കളെ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ക്ലാസ് തുടങ്ങിയാലോ? ക്വസ്റ്റ്യൻസ് അല്പം ചോദിച്ചാലോ? ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ കുട്ടികളെല്ലാവരും ഉസ്താദേ ഓക്കെ റെഡി, ചോദിച്ചോളൂ. എന്നാൽ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് അതാ ഹാദി ചോദിക്കുന്നു. ഉസ്താദേ, ആദ്യം ചോദ്യം ചോദിക്കുമ്പോൾ ആയിഷയോട് ചോദിക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരോട്. ശരിക്കും ഒരു ഉസ്താദിനെ എത്രമാത്രം ഇടങ്ങാറാക്കാൻ കഴിയും? ആ രീതിയിലാണ് ഹാദിയയുടെ സ്വഭാവം. എന്നാൽ ഉസ്താദിന് ഉത്തരമുണ്ടായിരുന്നില്ല. ഐഷുവിനോട് ചോദിച്ചാൽ ഒരു പക്ഷേ അവൾക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാവരും കൂടെ അവളെ നാണം കെടുത്തും. അതിനു വേണ്ടിയിട്ട് ഹാദിയുടെ ട്രിക്കാണത്. അതെ, എല്ലാവരുടെയും മുമ്പിൽ അവളെ അങ്ങ് ഇല്ലാതാക്കുക എന്നതാണ് അവളുടെ ആഗ്രഹം. എന്നാൽ ഷെഫി ഉസ്താദ്, വരൂ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം.
അല്ല ഉസ്താദേ, എന്തായി ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട്? ഇപ്പം ചോദിക്കാം, ഈ ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് അപ്പം ഞാൻ ചോദിക്കും. ഓക്കെ? അങ്ങനെ അത് ഉസ്താദ് ക്ലാസ് തുടങ്ങുന്നു. ക്ലാസ് തുടങ്ങി ഏകദേശം പകുതി ആയപ്പോൾ ഉസ്താദ് പറയുന്നു, ഓക്കെ, നമുക്ക് ഇതുവരെ നിങ്ങൾ കേട്ട ഭാഗം ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്നാൽ ഹാദ്യ ശരിക്കും പെട്ടു. ഇന്നലേക്ക് എടുത്ത ഭാഗങ്ങൾ അത് പഠിച്ച് വന്നിരുന്നു. ഇന്നിപ്പോൾ എന്ത് തേങ്ങ എനിക്ക് മനസ്സിലായത്? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു. എല്ലാവരും പേടിച്ചു. പഠിച്ചോരെ, ഇതിപ്പോൾ ഉസ്താദ് സ്ട്രോങ്ങിലാണല്ലോ. ഹാദ്യ ഒരു നിമിഷം വിചാരിച്ചു, പറയേണ്ടില്ലായിരുന്നു, എന്നോട് ഇപ്പം ചോദിക്കും, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഏതാ ചോദ്യം ചോദിക്കുന്നു. ആയിഷ, ഉത്തരം പറയൂ. നിമിഷങ്ങൾക്കകം അവൾ എഴുന്നേറ്റ് നിന്നു. അതിൻ്റെ ഉത്തരം വളരെയധികം എളുപ്പത്തിൽ പറഞ്ഞു. പഠിച്ചോനെ, എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. സിറ്റ് ഡൗൺ ആയിഷ. നെക്സ്റ്റ് ഹാദ്യ പറയൂ. രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ചോദ്യം ഉസ്താദ് കൈമാറി. ഒരു നിമിഷം ഹാദ്യ പതുങ്ങി എഴുന്നേറ്റു. ഇത് ഇസ്തിഗ്ഫാറിൻ്റെ എന്താ പറ പറഞ്ഞോളൂ. നീയല്ലേ പറഞ്ഞത് ക്വസ്റ്റ്യൻ ചോദിക്കണം, ആദ്യം അവളോട് ചോദിക്കണം, ആയിഷയോട് ചോദിക്കണം, മറ്റുള്ളവരോട് ചോദിക്കണം എന്നൊക്കെ. ചോദിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഉഴവാണ്, പറ. അത് എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. അതെന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെ തീർക്കണം എന്നുള്ളത്. എല്ലാ കാര്യത്തിനും ഹാദ്യ നിനക്ക് ഡൗട്ടാണല്ലോ, എന്തു പറ്റി ഇതിന് മാത്രം ഡൗട്ടില്ലാത്തത്? അത് വേണ്ട, പരുങ്ങണ്ട, തൽക്കാലം അവിടെ നിൽക്ക്. ഷംന പറയൂ. ചോദ്യം ഉസ്താദ് ഉന്നയിച്ചു. അപ്പോൾ തന്നെ ഷംനയും ആൻസർ പറഞ്ഞു. ഫിദ, ഫാത്തിമ, ഹംന, ഷംല, ഷിഫ, സന പറയൂ. ഓരോരുത്തരോട്ടായിട്ട് ഉസ്താദ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. എല്ലാവരും ഉത്തരം പറഞ്ഞു. ഇത്രക്കും സിമ്പിളായൊരു ക്വസ്റ്റ്യൻ പാഠഭാഗം ഞാൻ എടുത്തിട്ട് അതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചത് നിനക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഹാദിയ? നീ എന്തിനാ കോളേജിലേക്ക് വരുന്നത്? നിൻ്റെ പ്ലാനിങ് എന്താ? ഒരു നിമിഷം ക്ലാസ്സിൽ കൂട്ടച്ചിരി മുഴുങ്ങി. സൈലൻറ്റ് പ്ലീസ്. ഹാദിയ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാഠഭാഗം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻസ് വരും, എല്ലാവരോടും ചോദിച്ചു, എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞു. നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? നിൻ്റെ ചിന്ത എന്തായിരുന്നു അത് പറ. പെട്ടെന്ന് ഒരു കുട്ടി എഴുന്നേറ്റ്, ഉസ്താദേ, നാളെ ഇലക്ഷനല്ലേ, അപ്പോൾ ഇലക്ഷന് ടെൻഷൻ ഉണ്ടാവും ഇനി. ഓഹോ, അങ്ങനെ. തൽക്കാലം ആരും മിണ്ടാതിരിക്കുക. ഹാദിയ, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിന്നെ ശ്രദ്ധിച്ചിരുന്നു. നിന്റെ ചിന്ത എവിടേക്കോ ആയിരുന്നു. സത്യം പറയണം, എന്താ നീ ചിന്തിച്ചത്? ഉസ്താദേ, അത് പറയാൻ പറ്റൂല ഇപ്പോൾ. അതെന്താടി? അത് ഉസ്താദേ, എനിക്ക് പറയാൻ പറ്റൂല. ഈ കുട്ടികളൊക്കെ അടിയത് എന്നെ കളിയാക്കി ചിരിക്കൂലേ അവർ? സത്യം പറയടി. അത് ഞാൻ ചിന്തിച്ച കാര്യം പറഞ്ഞ ഉസ്താദ് എന്നെ തല്ലുവോ? അപ്പോൾ നീ മറ്റു പലതും എഴുതി കൂട്ടുകയാണ്. ക്ലാസ് എന്തിനാ വരുന്നത്? ക്ലാസ്സിൽ വരുന്നത് ക്ലാസ് എടുക്കുന്ന ഭാഗം പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുവാനും. നിങ്ങളോടൊക്കെ ഞാൻ ചോദിച്ച എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോയെന്ന്? ഇല്ല, ആർക്കും ഇല്ല. ആ സ്പോട്ടിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കൂ. എനിക്ക് നിങ്ങളെ പഠിപ്പിച്ച് പറഞ്ഞേക്കണം, അല്ലാതെ തന്നെ ഞാൻ വെറുതെ ഒരു ഷോക്ക് വേണ്ടി ഇവിടെ നിന്ന് ഞാൻ കാട്ടിക്കൂട്ടല്ല. ഞാനിവിടെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനാണ്. മനസ്സിലാകാത്ത ഭാഗം നിങ്ങൾ എന്നോട് ചോദിച്ച് മനസ്സിലാക്കണം. എത്രയൊക്കെ തന്നെ എന്തായാലും അതിന് നിങ്ങൾ മടി കാണിക്കരുത്. ഞാൻ പലവട്ടം പറഞ്ഞതാണ്. മനസ്സിലായോ? ഒരു കുട്ടിക്ക് നാവില്ല. എല്ലാവരും യെസ് യെസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഹാദിയ മാത്രം ഇവിടെ എന്ത് ചിന്തിക്കുകയായിരുന്നു? ശരിക്കും ഹാദിയ പരുങ്ങിപ്പോയി. ഉസ്താദേ, ഞാൻ അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചോളാം. ഇത് നിൻ്റെ ചിന്തകൾ പലയിടത്തും. ഏതായാലും ഇരിക്കുക. പിന്നെ ഈ രീതിയിലാണെങ്കിൽ നാളെ മുതൽ ക്ലാസ്സിൽ വരണമെന്നില്ല. എൻ്റെ ക്ലാസ്സിലാവുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? സിറ്റ് ഡൗൺ. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ദേഷ്യമാണ് വന്നത്. ആളുകളുടെ ഇടയിലിട്ട് ഉസ്താദ് എന്നെ വല്ലാതങ്ങ് വഷളാക്കി. എനിക്കാണെങ്കിൽ അത്ര സിമ്പിളായ ക്വസ്റ്റ്യൻസ് പറയാനും കിട്ടിയില്ല ആൻസർ. എല്ലാവരുടെയും ഇടയിൽ നിന്നും അങ്ങനെ ഉസ്താദ് പറഞ്ഞു, എലക്ഷനായിരിക്കും, എന്തൊക്കെ തന്നെയായാലും ഞാൻ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിക്കാതെ വരരുത്. നാളെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാവരോടും കൂടിയായിട്ട് പറഞ്ഞത്.
അറിയാതെ ഇടങ്ങണിട്ട് ഐഷുവിനെയും ഒന്ന് നോക്കി. ഉസ്താദ് പോയ പാടെ തന്നെ ക്ലാസ്സിൽ ഭയങ്കര ഒച്ചപ്പാട്. ആ ഉസ്താദ് എന്നെ കൊള്ളെ നല്ല രീതിയിലൊരു വെപ്പ് വെച്ചതാണ്. എല്ലാവരുടെയും ഇടയിലിട്ട് എന്നെ അങ്ങ് വഷളാക്കി. എന്നോടുള്ള വാശി തീർത്താണ് ഉസ്താദ്. ഞാൻ പറഞ്ഞല്ലോ ആയിഷയോട് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുള്ളത്. അതെ, ആ സ്പോട്ടിലാണ് എന്നോടും ചോദിച്ചത്. വല്ലാത്തൊരു പെടലായിപ്പോയി ഞാൻ പെട്ടത്. എല്ലാവരും എന്നെ അങ്ങോട്ട് കളിയാക്കി കൊന്നോളേ. ഹാദിയ, ഈ എങ്ങനെ ദേഷ്യപ്പെട്ടാൽ എങ്ങനെ? നീ എന്നല്ലേ പറഞ്ഞത് നീ ഏതുണ്ടാക്കിയതാണ്. ഉസ്താദ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാനൊന്നും വിചാരിച്ചിട്ടില്ല. നീ തന്നെയാണ് ഹേതുണ്ടാക്കിയത്. പക്ഷെ നിനക്ക് അത് കിട്ടിയില്ല. അതേതെങ്കിലും വഷളായും ചെയ്തു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നൊക്കെ കേട്ടിട്ടില്ലേ? നീ മിണ്ടാതിരിയടി. എന്നോട് നിങ്ങളാരും അതെ പണം തന്ന് ഞാൻ കയ്യിൽ വെച്ചിട്ട് നിങ്ങളൊക്കെ കയ്യിൽ എൻ്റെ പണം ഉണ്ടാകും, നിങ്ങൾ മറക്കരുത് കേട്ടോ. എന്നെ എല്ലാവരും കൂടി കളിയാക്കി ചിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് അത്രയും പണം പോയി എന്നർത്ഥം. അതെ, നാളെ അങ്ങനെ ഒരു കുട്ടി എന്നെ അങ്ങനെ വിജയിപ്പിക്കാതിരിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുമല്ലോ ഒരു ഇലക്ഷന്. എന്തായാലും നോക്കാം. അപ്പോൾ കാണാം ഹാദിയയുടെ സ്വഭാവം കേട്ടോ. നിങ്ങൾ എല്ലാവർക്കും ഞാൻ കണക്കിന് തന്നിട്ടുണ്ട്. ഹാദിയ, അതൊക്കെ ഞങ്ങൾ ചെയ്യൂടി, അതൊന്നും നീ വിഷമിക്കണ്ട. പിന്നെ സാറ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഒന്നും വിഷമിക്കൊന്നും വേണ്ട. അതടി എല്ലാവരോടും അങ്ങനെ പറഞ്ഞതല്ലേ. നീയായിട്ട് എന്തേ ക്വസ്റ്റ്യൻസിന് ആൻസറൊന്നും പറയാതിരുന്നത്? നീ ഇങ്ങനെ പരിങ്ങിയിരിക്കുകയല്ല, അങ്ങ് തീരെ മനസ്സിലായില്ലേ? എത്രയോ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ആദ്യ പാഠഭാഗത്തിൽ വന്നതാണ്. അതിപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഉസ്താദ് ചോദിച്ചു, അത്ര മോശമാണോ? ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വേഗം ശ്രദ്ധിച്ചുകൊണ്ട് ക്ലാസ്സിലൊക്കെ ഒന്ന് പോടി. എല്ലാവരും കൂടി എന്നെ കളിയാക്കി ചിരിച്ച് വഷളാക്കിയിട്ട് സ്വപ്നം കണ്ടിരിക്കുകയാണെന്ന് പകൽക്കിനാവ് കാണണം എന്തൊക്കെ പറഞ്ഞത്. ആയിക്കോട്ടെ, അതെ എനിക്കൊരു വെപ്പ് വെച്ചത് തന്നെയാണ്. എന്നോടുള്ള വാശി തീർത്തയാണ് ഉസ്താദും അയാളുടെ ഭാര്യയും. ഇടി പെണ്ണെ, ഐഷുവിന് വെറുതെ പറയേണ്ടത്, പാവം പെണ്ണാണ്. അവൾ ഒന്നിനുമില്ല. അവൾ ഇലക്ഷൻ്റെ ഒരു പ്രചരണത്തിന് പോലും അവൾ പോകുന്നില്ല. നമ്മൾ വെറുതെ എന്തിനാ അവരെയൊക്കെ തെറ്റിദ്ധരിക്കുന്നത്? അടുത്ത പീരീഡ് ഷെഫീഖ് ഉസ്താദാണ്. ക്ലാസ്സിലേക്ക് വന്നു എന്നല്ലാതെ ക്ലാസ് എടുത്തില്ല. ഹലോ മക്കളെ, എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഇലക്ഷൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ക്ലാസ്സില്ല കേട്ടോ. പിന്നെ ഇന്ന് 4 പേരുള്ള മത്സരമാണ്. അത് കഴിഞ്ഞിട്ട് 2 പേരെ തിരഞ്ഞെടുത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ 2 പേരെ തിരഞ്ഞെടുത്തിട്ട് നാളെ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നാൽ ഇന്നലെ എടുത്ത ഭാഗം ഒന്ന് എടുത്ത് പഠിച്ചോളൂ. ഉസ്താദ് അപ്പോൾ തന്നെ തിരിച്ചു പോയി. എല്ലാവരും വളരെയധികം ആഘോഷിച്ചു. എന്തായാലും നല്ല രസം. അതിനിടയിൽ ഇലക്ഷൻ്റെ കാര്യങ്ങളെല്ലാം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഉസ്താദുമാർ 4 പേരും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹബീബ് ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാതെ വേദനയുണ്ടായിരുന്നു. കാരണം തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ ആ ഒരു ലീഡർ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരു ഇലക്ഷൻ പെട്ടെന്ന് നടത്തുക എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആ സ്ഥാപനത്തിനോട് തന്നെ അദ്ദേഹത്തിന് വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു. അത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് സ്റ്റേജിൽ വെച്ച് നറുക്കെടുപ്പൊക്കെ നടത്തി ആയിഷയുടെ പേര് സെലക്ട് ചെയ്ത് അതൊക്കെ പെട്ടെന്ന് മാറ്റിമറിക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിലൊക്കെ ആരൊക്കെയോ പ്രവർത്തിക്കുന്ന പോലെയാണ് ഉസ്താദിന് തോന്നിയത്. എങ്കിലും അദ്ദേഹം മനസ്സിലെ വിഷമങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ എല്ലാത്തിനും ആക്റ്റീവായി നിന്നു. അതെ, ഇലക്ഷൻ ബൂത്തുകൾ സെറ്റാക്കുന്ന കാര്യത്തിലും ഒക്കെ ആ ഒരു ബൂത്തിലെ ആ ലിസ്റ്റിൽ ഐഷയുടെ പേര് കണ്ടപ്പോൾ അദ്ദേഹത്തിന് നെഞ്ചു പൊട്ടിപ്പോയി. എൻ്റെ പെണ്ണേ, ഇല്ലടി സാരല്ല എൻ്റെ മോളെ, ഇനിയിപ്പോൾ ജയിച്ചാലും തോറ്റാലൊന്നും കുഴപ്പമില്ല. എൻ്റെ പൊന്നുമോൾക്ക് ഇക്കയുണ്ടല്ലോ, അതിനു മേലെ ഇല്ലല്ലോ. അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. 4 സ്ഥാനാർത്ഥികളെയും അപ്പോഴൊക്കെ വിളിപ്പിച്ചു. ആയിഷയും ഹാദിയയും സാബിറയും മറ്റേ കുട്ടിയും എല്ലാവരും വന്നു. ഓരോരുത്തർക്കുമായുള്ള നിർദ്ദേശങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പ്രചരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓരോന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ടൊന്നും പാടില്ല. പിന്നെ അതിനൊക്കെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും പറയാനൊന്നും പാടില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ 4 പേര് മത്സരിക്കുന്നുണ്ടെങ്കിൽ പരസ്പരം ശത്രുത കാര്യങ്ങളൊന്നും പാടില്ല. എല്ലാവരും ഒരുപോലെ തന്നെ നിൽക്കുക. സത്യം പറഞ്ഞാൽ ആയിഷയുടെ മുഖം കണ്ടപ്പോൾ ഹബീബ് ഉസ്താദിന് സങ്കടമാണ് വന്നത്. റബ്ബേ, എൻ്റെ പെണ്ണ് ഒരാളോട് വോട്ട് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും വേണ്ടില്ല, സാരല്ല. എന്നാൽ ഒരു നിമിഷം സ്ഥാനാർത്ഥികളെല്ലാം പിരിയുന്നതിനിടയിൽ ഹബീബ് ഉസ്താദ് ഐഷു അവൾ വിളിച്ചു. എന്നാൽ ഹാദിയ അത് നോക്കുന്നുണ്ടായിരുന്നു അവളുടെ അദുഷ്ടമായ കണ്ണുകൾ കൊണ്ട്. ഐഷു, പിന്നെ ഇലക്ഷൻ എന്ന് വെച്ചാൽ ജീവിതത്തിന് ഇലക്ഷനുള്ളത്, ഇത് വെറും കോളേജിലേക്കുള്ള ഇലക്ഷനാണ്. ഒരിക്കൽ പോലും ഇതിൽ എന്തെങ്കിലും പരാജയപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് നമ്മുടെ ജീവിതമല്ല, ജസ്റ്റ് സ്കൂളിലേക്കുള്ളൊരു ലീഡർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് മാത്രം. അന്ന് നറുക്കെടുപ്പ് ആയതുകൊണ്ട് പലർക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതുകൊണ്ട് ആളുകളുടെ വോട്ടനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു.
അതുകൊണ്ട് കുറഞ്ഞാൽ ഒരു കുഴപ്പം നീ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് പേടിയൊന്നുമില്ല. എന്നാലും വിഷമമുണ്ടാവും ഒരു പക്ഷേ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് കരുതിയിട്ട് ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സാരല്ല, സ്ഥാനമാനങ്ങൾ അതൊന്നും അത്ര കാര്യമാക്കണ്ട. ഇല്ലിക്ക, എനിക്ക് അങ്ങനെയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട പെണ്ണത ഇലക്ഷന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. 4 സ്ഥാനാർത്ഥിമാരുടെ പേരും ചിഹ്നവുമെല്ലാം അവിടെ ഒട്ടിച്ചിരിക്കുന്നു. ആയിഷയുടെ ചിഹ്നം റോസാപ്പൂവാണ് അവൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 4 പൂക്കളുടെ പേരുകളാണ് അവിടെ നൽകിയിട്ടുള്ളതും. അതിൽ താമരപ്പൂവ് ഹാദിയ, റോസാപ്പൂവ് ഐഷു, സാബിറ മുല്ലപ്പൂവ്, മറ്റേ കുട്ടി ജമന്തി എന്നുള്ള രീതിയിലാണ് എല്ലാം സെറ്റാക്കിയിട്ടുള്ളത്. എന്തൊക്കെ തന്നെയാലും വോട്ടിനുള്ള സമയമായി. അങ്ങനെ ഓരോരുത്തർ അതാ വോട്ട് ചെയ്യുവാൻ വേണ്ടി തുടങ്ങി. ഐഷുവിൻ്റെ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. റബ്ബേ, എനിക്കൊന്നും കിട്ടൂല. എന്നാൽ ഹാദിയ അവിടേക്ക് വിലസി നടക്കുകയായിരുന്നു. കാരണം എല്ലാവർക്കും കണക്കിന് ക്യാഷ് കൊടുത്ത് നിൽക്കുകയാണ്. എന്തായാലും അവൾ സെലക്ട് ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവൾ അല്പം ഗമയോടുകൂടി അതിലേക്ക് നടന്നു. ആയിഷുവിനെ പുച്ഛിച്ച് ഒന്ന് നോക്കിക്കൊണ്ട്. അന്ന് അവൾ നിലത്തൊന്നും നിൽക്കാത്ത പോലെയായിരുന്നു അവളുടെ കാട്ടിക്കൂട്ടൽ. അതെ, കൂടുതലായിട്ട് ഒരു ഗമ. എല്ലാവരും അവളെ ബഹുമാനിക്കണം എന്നുള്ള തോന്നലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞു. എല്ലാവരും അതാ വോട്ട് രേഖപ്പെടുത്തി. അന്ന് ഈവനിങ്ങിൽ തന്നെ അതാ വോട്ടെണ്ണൽ ഉണ്ടാകും. പിന്നെ വോട്ടെണ്ണൽ പെട്ടെന്ന് തുടങ്ങും. സ്കൂൾ വിടുന്നതിന് മുമ്പായിട്ട് അത് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ സ്കൂൾ വിടുകയുള്ളൂ എന്നുള്ള രീതിയിലായി. എല്ലാവരും അതാ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ. 4 പേരിൽ ആര് ജയിക്കും? റോസാപ്പൂവോ താമരയോ അതോ മുല്ലപ്പൂവോ ജമന്തിയോ? ആരാണ് ജയിക്കുക? എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പലർക്കും ഇഷ്ടം ക്യാഷ് തന്ന ഹാദിയ വിജയിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ ഹാദിയക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു ഞാൻ തന്നെ വിജയിക്കും എന്നുള്ളത്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അന്നത്തെ ഇലക്ഷൻ്റെ റിസൾട്ടിന് വേണ്ടി. അങ്ങനെ അതാ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചത് മുല്ലപ്പൂവായിരുന്നു. മുല്ലപ്പൂവ് നമ്മൾ 4ാം സ്ഥാനത്ത് തുടരുന്നു. അതുപോലെ ജമന്തി 3ാം സ്ഥാനത്ത് തുടരുന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വാശിയേറിയ മത്സരം ആണ് ഇനി കാണിക്കുന്നത്. അതായത് 1ഉം 2ഉം സ്ഥാനം നേടിയവരെ. അതെ, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിഷയും ഹാദിയയും ഒരേ സ്ഥാനത്താണ് തുടരുന്നത്. അവിടെ ഫസ്റ്റോ സെക്കൻഡോ അവിടെ ഇല്ല. അതെ, 2 പേർക്കും ഒരേ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ ഒന്നുകൂടി നാളെ നമുക്ക് നടത്താം. എല്ലാവരും കൂക്കി വിളിച്ചു, കൈകൊട്ടി. അങ്ങനെ എല്ലാവരും ആയിഷയുടെയും ഹാദിയയുടെയും പേര് പറഞ്ഞുകൊണ്ട് അതിലെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുപോയി. സൈലന്റ് പ്ലീസ്, ഷെഫീഖ് ഉസ്താദ് അനൗൺസ്മെൻറ്റ് ചെയ്തു. മതി, കൂടുതൽ ആഹ്ലാദം ആഘോഷം വേണ്ട. ആവശ്യത്തിന് ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല, ബാക്കി നാളെ. സത്യം പറഞ്ഞാൽ ഒരിക്കൽ പോലും ആയിഷ വിചാരിച്ചില്ല, റബ്ബേ, എനിക്ക് ഹാദിയയുടെ സ്ഥാനമോ? ഏയ്, അതെങ്ങനെ? എല്ലാവരും എനിക്ക് ശത്രുക്കളാണല്ലോ. ഒരിക്കൽ പോലും ഹാദിയയുടെ സ്ഥാനം എനിക്ക് കിട്ടില്ലല്ലോ. 2 പേർക്കും ഒരു സ്ഥാനോ? അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഹാദിയ, ഓഹോ, ഞാൻ ഇത്ര പണം കൊടുത്തിട്ടും അവളുടെ ഭാഗത്തും എനിക്കുള്ളത്ര കക്ഷികളുണ്ടല്ലേ? അതെങ്ങനെ? ഞാൻ എല്ലാവർക്കും പണം കൊടുത്തതാണ്. അതിൽ പകുതി ഭാഗം ആളുകൾ എന്നെ പറ്റിച്ചു എന്ന് തന്നെ പറയാം. ഒരിക്കൽ പോലും ഞാൻ ആയിഷയുടെ പിന്നിലായി നിൽക്കില്ല, ഒരടി മുമ്പിലല്ലാതെ. അവൾ ദേഷ്യത്തോടെ വിചാരിക്കുന്നു. നാളത്തേത് കാണാം. എന്നാൽ ആ നിമിഷം തന്നെ അവൾ വീണ്ടും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സെറ്റാക്കുകയും അതിലെല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറയുകയും എല്ലാവർക്കുമായുള്ള ഗിഫ്റ്റ് കാര്യങ്ങൾ എല്ലാം അവൾ സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും ആരും അറിഞ്ഞില്ല. ഒരു ഉസ്താദുമാരും അറിയരുതെന്ന് അവൾ പ്രത്യേകമായി പറയുന്നു. നാളത്തെ മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഹാദിയയോ ആയിഷയോ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.